പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം നിർത്തെ എല്ലാ ദൈവമക്കളും അറിയിക്കുന്നു. ഈ പ്രഭാതസമയത്ത് ദൈവമക്കളുമായി ഷെയർ ചെയ്യാൻ ദൈവന്റെ മനസ്സിലേക്ക് തന്ന വാക്യം സങ്കീർത്തനം 118 8 9. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വാക്യ പ്രഭാതത്തിൽ ദൈവം തന്നതിനായി സ്തോത്രം ചെയ്യുക. ഈ ഒരു വാക്യത്തിലൂടെ കർത്താവ് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട അഡ്വൈസ് തരുന്നല്ലേ. ഈ ലോക ജീവിതത്തിൽ നമ്മൾ മാനുഷ്യമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആശ്രയം ആരായിരിക്കണം, ഏത് രീതിയിലുള്ള ആശ്രയത്തിൽ നമ്മൾ വെച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ കുറയും, നമുക്ക് സമാധാനം ലഭിക്കും, നിത്യജീവൻ നമ്മൾ അവകാശികളായി തീരുമെന്ന് വ്യക്തമായി കർത്താവ് ഈ ഒരു വാക്യത്തിൽ ഇടപെടുക അല്ലേ. കാരണം വ്യക്തമായിട്ട് ഈ ഒരു വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതല്ലേ. ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഈ നാളിൽ നമ്മൾ ആരിൽ ആശ്രയം വെച്ചിരിക്കുന്നതെന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന അബദ്ധങ്ങൾ എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ മാനുഷ്യമായിട്ടുള്ള രീതിയിലുള്ള ആശ്രയങ്ങളാണ് വെക്കുന്നല്ലേ. ഒരു പക്ഷേ നമ്മുടെ പേരൻസിനിൽ വെക്കും, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിലായാലും വെക്കും, അതല്ലെങ്കിൽ നമ്മുടെ ഹയറിലായാലും വെക്കും, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിൽ വെക്കും അല്ലേ. പലവിധമായ രീതിയിലുള്ള ആശ്രയങ്ങൾ, മാനുഷ്യമായിട്ടുള്ള ആശ്രയങ്ങളാണ് നമ്മൾ വെക്കുന്നത്. അതൊക്കെ പക്ഷേ അതിൻ്റെ ഒരു എൻഡിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ലാസ്റ്റ് പോയി പരാജയത്തിൽ നിൽക്കും അല്ലേ. അതിനെല്ലാം ഉപരി പലപ്പോഴും നമ്മൾ വളരെയധികം ഹൃദയഭാരത്തിൽ പോയി നിൽക്കും, ഏറ്റവും വലിയൊരു സങ്കടത്തിലേക്ക് പോകാൻ തക്കണം ഇടയാവും. കാരണം എത്ര ബന്ധുമിത്രാദികളായാലും എത്ര നമുക്ക് വേണ്ട ഡീപ്പ് റിലേഷൻ ആണെങ്കിൽ പോലും ഒരു ലിമിറ്റ് വരെ നമ്മുടെ കൂടെ വരും. അത് കഴിയുമ്പോൾ താണ്ടി കഴിയുമ്പോൾ എന്താവും? അവർ നമ്മളെ കളഞ്ഞിട്ട് പോകുന്നൊരവസ്ഥയുണ്ടല്ലേ. നമ്മുടെ കയ്യിൽ നിന്ന് അവരങ്ങ് വിടും, എന്നിട്ട് നമ്മളിൽ നിന്ന് അങ്ങ് മാറിപ്പോവും. പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായി പോകുന്നൊരവസ്ഥയുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? നമ്മൾ വലിയൊരു ഭാരത്തിലേക്ക്, ഒരു ദുഃഖത്തിലേക്ക് പോയി ചാടുവാൻ തക്കട ഇടയാവും. പല വ്യക്തി ജീവിതങ്ങളെ നമ്മൾ ജീവിതം നോക്കുകയാണെങ്കിൽ എന്നാ പലവരും മരണത്തിലേക്ക് അടുത്തു പോകുന്നത്, അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുന്നതിൻ്റെ റീസൺ നമ്മളെന്ന് അന്വേഷിച്ചാൽ പലപ്പോഴും അവരെ ആശ്രയം അവർ മനുഷ്യനിൽ വെച്ച് അവരെന്നെ രക്ഷിക്കും, അവരെൻ്റെ പ്രയാസത്തിൽ എന്നെ കൂടെ നിൽക്കുന്ന ഒരു ആശ്രയം വെക്കുന്ന പല വ്യക്തി ജീവിതങ്ങളുടെ ലാസ്റ്റ് പോയി എൻഡിങ്ങിൽ നിൽക്കുന്നത് എവിടെ? മരണത്തിലല്ലേ. കാരണം ആ ഒരു വ്യക്തി ജീവിതങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരിക്കലും അവർ ദൈവത്തിൽ ആശ്രയം വെച്ചിട്ടില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ആശ്രയം യഹോവയിലാണെങ്കിൽ, ദൈവത്തിലാണ് നമ്മൾ ആശ്രയം വെക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ പരാജയം കാണത്തില്ല. കാരണം ഏറ്റവും വിശ്വസ്തനായ ഒരു ദൈവമാണ് നമ്മൾ വിളിക്കുന്നതും അപേക്ഷിക്കുന്നതും അല്ലേ. അതുകൊണ്ട് തന്നെ ആ കർത്താവ് നമ്മുടെ കരങ്ങളിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ കുതിരി ഓടാൻ നോക്കിയാലും, നമ്മൾ ആ ദൈവത്തെ വിട്ട് പോകാൻ നോക്കിയാൽ പോലും കർത്താവ് നമ്മളെ ഉപേക്ഷിക്കത്തില്ല. കർത്താവ് നമ്മളെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമല്ലേ. അത്ര സ്നേഹനിധിയും മഹാകാരുണ്യമുള്ളൊരു ദൈവത്തെ നമ്മൾ ഈ ദിവസങ്ങളിൽ വിളിക്കുന്നത്. ആ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മനുഷ്യരിൽ ആശ്രയം വെക്കത്തില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും മനുഷ്യരിൽ ആശ്രയം വെക്കുന്നത് വൃഥാവാ, അവർ ലിമിറ്റ് കഴിയുമ്പോൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകും എന്നൊരു കോൺസെപ്റ്റ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമ്മൾ ദൈവത്തിലേക്ക് നോക്കും, ദൈവത്തിൻ്റെ സ്ഥലത്തിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലും അല്ലേ. അതേപോലെ സെക്കൻഡ് വാക്യത്തിലും വ്യക്തമായിട്ട് ഇടുന്നുണ്ട്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് എത്രയോ നല്ലതെന്ന്. കണ്ടോ? കാരണം പ്രഭുക്കന്മാരെന്തുവാ? ഹയർ ലെവൽ. പ്രഭുക്കന്മാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് അധികാരമുണ്ട്, പണമുണ്ട്, ഏത് രീതിയിലുള്ള പിടിപാടുള്ള വ്യക്തി ജീവിതങ്ങളായി പ്രഭുക്കന്മാരെന്ന് പറഞ്ഞല്ലേ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ നമ്മൾ ഹയറായിട്ട് നോക്കും. എന്നെക്കാട്ടിലും ഒരു ഹയർ ലെവലിലുള്ള ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുവാണെങ്കിൽ നമ്മൾ വിചാരിക്കും നമുക്ക് എല്ലാമായി, നമ്മുടെ എല്ലാ സാഹചര്യത്തിലും കൂടെ നിൽക്കും, ഏത് പ്രശ്നത്തിലും പ്രയാസത്തിലും അല്ലെങ്കിൽ ഏതൊരവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കും നമ്മൾ വിചാരിക്കും പ്രഭുക്കന്മാരല്ലേ. പക്ഷേ ഒരു പ്രശ്നമൊന്ന് വരട്ടെ, ഒരു ആവശ്യമൊന്ന് വരട്ടെ, പലപ്പോഴും അവരെന്ത് ചെയ്യും? കൈ മലർത്തിയിട്ട് നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നൊരവസ്ഥയുണ്ടല്ലേ. അത് നമ്മൾ അടുത്തറിയുന്നത് എപ്പോഴാണ്? നമുക്ക് ശരിക്കും ഒരു മനോഭാരത്തിലേക്ക് കടന്നു വരുമ്പോഴല്ലേ. പലപ്പോഴും അവിടെയും നമ്മൾ ആശ്രയം വെക്കേണ്ടത് ആരെയാ? യഹോവയിലാണ്. അതുകൊണ്ട് തന്നെ ഈ വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മൾ ഈ ദിവസങ്ങളിൽ മനുഷ്യരിലോ പ്രഭുക്കന്മാരിലോ നമ്മൾ ആശ്രയം വെക്കരുത്. നമ്മുടെ ആശ്രയം എപ്പോഴും ദൈവത്തിലായിരിക്കണം. അങ്ങനെ ഒരു ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിച്ച് നമ്മുടെ ആശ്രയം ഫുൾ ആൻഡ് ഫുൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടത്തില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം അനുഗ്രഹമായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ട് ലൈഫ് കിട്ടുവാൻ തൊക്കണം ദൈവം സഹായിക്കും. ഏതൊരവസ്ഥയിലും ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. കാരണം ഏത് സമയവും കൂടെ ഇരിക്കുന്ന ദൈവത്തെ നമ്മൾ വിളിക്കുന്നത് അല്ലേ. പക്ഷെ ഒന്ന് മാത്രം മതി, നമ്മളൊന്ന് ആശ്രയം വെച്ച് അപ്പാന്ന് വിളിച്ചാൽ മാത്രം മതി. ഏത് സമയം നമ്മളെ കൂടെ നിന്ന് വഴി നടത്തി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദൈവമാണ് നമ്മുടെ അല്ലേ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ആശ്രയം മനുഷ്യരിലാണോ, നമ്മൾ ആശ്രയം ചെയ്യുന്നത് ദൈവത്തിലാണോ എന്ന് ഈ ദിവസങ്ങൾ നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ശോധന ചെയ്യണം. സപ്പോസ് നമ്മൾ ഏതെങ്കിലും മനുഷ്യനെ കണ്ട നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, മനുഷ്യൻ്റെ കപ്പാസിറ്റികൾ കണ്ട, അല്ലെങ്കിൽ അവരുടെ കെയർ ഓഫിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഈ ദിവസം
ദിവസങ്ങളിൽ നമ്മളത് മാറ്റിക്കണം. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു മാറ്റം വരണം. നമ്മുടെ പൂർണ്ണമായിട്ട് ഹൃദയം ദൈവസ്ഥലത്തിൽ വിട്ടുകൊടുത്ത് ദൈവത്തിൽ ആശ്രയം വെച്ച് ഈ ദിവസം നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു മാനിക്കും. ഏറ്റവും ശ്രേഷ്ഠമായ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുവാൻ തക്കണം സഹായിക്കും. ഈ വചനങ്ങളാൽ എല്ലാ ദൈവങ്ങളെയും ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ നിന്ന് ചുരുക്കുന്നു. ആമേൻ.